പാഠം 673. സ്വാഭാവിക നീതി എന്നാൽ എന്ത്? ഹലോ, അതെ സത്യഭാമയാണ്. ആ ദിനേശ് ചേട്ടാ, ഫയല് വാങ്ങാൻ ഞാൻ ഉത്തമനെ പറഞ്ഞു വെച്ചിരുന്നല്ലോ. അല്ലാതെ എങ്ങനെ സംഭവിക്കും? ഇന്നലെ തന്നെ ദിനേശ് ചേട്ടന്റെ അടുത്ത് വന്ന് ഫയല് വാങ്ങുമെന്ന് ഉത്തമൻ പറഞ്ഞതാണ്. വന്നില്ലേ? ശരി, എന്നാ ഞാൻ വേറെ ആരെങ്കിലും പറഞ്ഞു വിടാം. ശരി. ഇതാണ് ഈ ഉത്തമനെ വിശ്വസിച്ച് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഒരു കേസിന്റെ കാര്യമായിരുന്നു മോനട്ടാ. ടൗണിൽ പച്ചക്കറി കട നടത്തുന്ന ആ ദിനേശ് ചേട്ടന്റെ കേസാ. അതിന്റെ ഒരു ഫയല് എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. ദിനേശ് ചേട്ടൻ വക്കീൽ ഓഫീസിൽ കൊണ്ടുതരാന്ന് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാനൊരാളെ അങ്ങോട്ടേക്ക് അയക്കാന്ന്. ഉത്തമനോട് പറഞ്ഞപ്പോ ഉത്തമൻ ഏൽക്കുകയും ചെയ്തു. ഇത്രയും നേരം ദിനേശ് ചേട്ടൻ അവിടെ നോക്കിയിരുന്നു. ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങുകയെന്ന്. ഉത്തമൻ ഇതുവരെയായിട്ട് ചെന്നിട്ടില്ലെന്ന്. വീട്ടിൽ കൊടുത്തിട്ട് പോകാൻ പറയണം. ഉത്തമനോട് ഇന്ന് പോയി വാങ്ങാൻ പറഞ്ഞാൽ മതിയല്ലോ. ദിനേശ് ചേട്ടന് വീട്ടിൽ ആരും ഇല്ല മോനട്ടാ. ഇന്നാണെങ്കിൽ ചരക്കെടുക്കാൻ പോകുന്ന ദിവസമാ. 8 വരെ കടയിൽ കാണും. അത് കഴിഞ്ഞ് പോകുന്നാ പറഞ്ഞത്. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഉത്തമനെ കൊണ്ട് ഞാൻ തോറ്റു. നോക്ക്, ഉത്തമന് ഫോൺ ഓഫാ. എന്തൊരു കഷ്ടം നോക്കണേ. ഭാമേ, ഉത്തമന് വേറെയും ഒരുപാട് കാര്യങ്ങൾ കാണില്ലേ? അതിന് പോകേണ്ടി വന്ന് കാണും. അല്ലെങ്കിൽ ചിലപ്പോ മറന്നുപോയി കാണും. അങ്ങനെ സംഭവിക്കാലോ. അതിന്റെ പേര് നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ? അപ്പൊ മറന്നു പോകുന്നതൊക്കെ സ്വാഭാവികമാണെന്ന് മോഹനേട്ടൻ സമ്മതിക്കുന്നു. ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മറന്നു പോയിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ ഈ വീടെടുത്ത് തലതിരിച്ചു വെക്കൂലോ. ഇപ്പൊ ഉത്തമൻ മറന്നോണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ മോഹനേട്ടൻ ഉത്തമനെ പക്ഷെ പറഞ്ഞോളൂ എനിക്കറിയാലോ. മോഹനേട്ടന്റെ കാര്യങ്ങളെല്ലാം ഉത്തമന് കൃത്യമായിട്ട് ചെയ്തു തരുമല്ലോ. അപ്പൊ ഉത്തമനെ പിടക്കുന്നത് ബുദ്ധിയല്ലല്ലോ, അവസരവാദി. അവസരവാദിന്റെ എന്റെ അച്ഛനെ വിളിക്കാൻ വന്നാണെങ്കിൽ വിളിച്ചോ. ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. മോഹനേട്ടൻ ഒരു അവസരവാദി തന്നെയല്ല. കഴിഞ്ഞ ആഴ്ച മാധവൻകുട്ടിയുടെ കയ്യിൽ കൊടുക്കാനുള്ള പൈസ മോഹനേട്ടൻ എന്നെ ഏൽപ്പിച്ച ഓർമ്മയുണ്ടോ? അത് കടയിൽ കൊടുക്കാൻ ഞാൻ മറന്നുപോയി എന്നതിന്റെ പേരിൽ മോഹനേട്ടനെ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? അന്ന് ഞാൻ മോഹനേട്ടനോട് ചോദിച്ചാണ് മറവി അത്ര വലിയ കുറ്റമാണോ എന്ന്. അപ്പൊ മോഹനേട്ടൻ പറഞ്ഞു അതെ എന്ന്. ഇപ്പൊ അതേ മോഹനേട്ടൻ തന്നെ പറയുന്നു മറവി ഒരു സാധാരണ കാര്യമാണ് എന്ന്. ഉത്തമൻ ഫയല് വാങ്ങാൻ മറന്നുപോയി എന്നാര് പറഞ്ഞു? ഉത്തമന് വേറെ അത്യാവശ്യം കൂടെ. ഭാമേ, ഒരാളെ പറ്റി ഇങ്ങനെ പഴി പറയുന്നതിന് മുമ്പ് അയാൾക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാകണം എന്നുള്ളത് ഒരു സ്വാഭാവിക നീതിയാണ്. ഒരു വക്കീലായ നിനക്ക് അതുപോലും അറിയില്ല എങ്കിൽ പിന്നെ നീ ലോ കോളേജിൽ പോയി പഠിച്ചത് എന്താണ്? ഉത്തമൻ ഫയൽ വാങ്ങിയിട്ടില്ല എന്ന കാര്യം നീ അറിയുന്നത് ഇപ്പോഴാണ്. അതിനുശേഷം നീ ഉത്തമനെ കണ്ടിട്ടുമില്ല, ഒന്നും സംസാരിച്ചിട്ടുമില്ല. എന്നിട്ടും നീ ഉത്തമനെ പറ്റി വായി തോന്നുന്നത് പറയുന്നു. ഉത്തമനെ ഞാൻ വിളിച്ചാണല്ലോ, അപ്പൊ ഫോൺ ഓഫ് ചെയ്ത് വെച്ചോണ്ടല്ലേ? ഉത്തമൻ എല്ലായ്പ്പോഴും ഫോൺ ഓൺ ചെയ്ത് വെക്കണമെന്ന് ഉത്തമനെ നിർബന്ധിക്കാൻ പറ്റുമോ? ഇല്ല. അയാളുടെ ഫോൺ അയാൾക്ക് ഇഷ്ടമുള്ളപ്പോ ഓൺ ചെയ്യും, ഇഷ്ടമുള്ളപ്പോ ഓഫ് ചെയ്ത് വെക്കും. അത് അയാളുടെ മൗലിക അവകാശമാണ്. ഒരു വക്കീലായ നീ ലോ കോളേജിൽ പോയപ്പോൾ ഇന്ത്യൻ ഭരണഘടന പോലും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ വെറുതെ ജയിക്കാനായിട്ട് ഓരോന്ന് പറഞ്ഞോണ്ടല്ലേ? ഇതിപ്പോ സംഭവിച്ച അതൊന്നുമല്ല. ഫയലിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോ ഉത്തമ ചാടി കയറി അതങ്ങ് ഏറ്റു. അത് കഴിഞ്ഞ് വേറെ തിരക്കുകൾ വന്നപ്പോ അതൊക്കെ മറന്നു കളഞ്ഞു. എന്റെ ആവശ്യത്തിന് ഉത്തമൻ അത്രേ വില കൽപ്പിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിനുള്ള അർത്ഥം. ഇത് മുൻവിധി. ഒരു നീതിന്യായ കോടതിയിൽ ജോലി ചെയ്യുന്ന നിനക്ക് മുൻവിധി തെറ്റാണ് എന്ന് പോലും അറിയില്ല. നീ ലോ കോളേജിൽ പോയത് എന്തിനാണോ? ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ട് നടക്കല്ലേ? കുറെ നേരമായാലോ ഈ ലോ കോളേജ് പറഞ്ഞോണ്ട് നടക്കുന്നു. ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ ലോ കോളേജിൽ പോയോ പഠിച്ചോ എന്നുള്ളതൊന്നും അല്ല. ഉത്തമൻ എന്നെ പറ്റിച്ചോ, ഞാൻ പറഞ്ഞ കാര്യം ഉത്തമൻ അവഗണിച്ച് കളഞ്ഞോ എന്നുള്ളതാണ്. അങ്ങനെ തോന്നണമെങ്കിൽ നീ ഇവിടെ കേസ് കൊടു. നമസ്കാരം സാറേ. ഞാനാ പീതാംബരന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി വന്നതാ. ഇന്നലെ ആഫീസിൽ നിന്ന് പോരുമ്പോ സാറ് സർട്ടിഫിക്കറ്റ് കയ്യിൽ എടുത്തിട്ടുണ്ടെന്ന് പീതാംബരനോട് വിളിച്ചു പറഞ്ഞിരുന്ന? പറഞ്ഞു. സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട്. ആരെങ്കിലും അയച്ചാൽ കൊടുത്തു വിട്ടോളാമെന്ന് ഞാൻ പീതാംബരനോട് പറയുകയും ചെയ്തു. ഇപ്പൊ അതല്ലല്ലോ പ്രശ്നം. ഇപ്പൊ എന്തോന്ന് പ്രശ്നം?
ഉത്തമൻ ഇവിടെ ഉത്തമൻ ഇന്നലെ ഭാമയോട് എന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് വാക്ക്? പച്ചക്കറി കട നടത്തുന്ന ദിനേശന്റെ കയ്യിൽ നിന്ന് ഒരു ഫയൽ വാങ്ങുന്ന കാര്യം ഭാമ പറഞ്ഞായിരുന്നു. പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. മറന്നുപോയി എന്നൊരു വാക്കോട് മിണ്ടരുത്. ഉത്തമന്റെ പേരിൽ ഞാനും ഭാമയും കൂടി ഇപ്പൊ ഒരു വലിയ വഴക്ക് കഴിഞ്ഞുള്ളൂ. ഇനിയിപ്പോ ഫയൽ വാങ്ങാൻ മറന്നുപോയി എന്ന് പറഞ്ഞാൽ അവൾ ജയിച്ചു എന്ന് വരും. എനിക്ക് മനസ്സിലായില്ല. ഉത്തമൻ എന്റെ കാര്യത്തിൽ മാത്രമാണ് ഉത്തരവാദിത്വം കാണിക്കുന്നത്, അവളുടെ കാര്യത്തിൽ തീരെയില്ല എന്ന് ഭാവം പറയായിരുന്നു. ഞാൻ പറഞ്ഞു ഉത്തമൻ മറന്നുപോയതായിരിക്കും എന്ന്. അപ്പൊ അവൾ പറയുകയാണ്, മറവി മനുഷ്യ സഹജമാണ് എന്ന് ഞാൻ സമ്മതിച്ചു കൊടുക്കണം. മേലിൽ അവൾ എന്തെങ്കിലും മറന്നുപോയാൽ ഞാൻ ചോദിക്കാൻ പാടില്ല എന്നും. സാറേ, സത്യം പറഞ്ഞ് ഞാൻ ഇത് മറന്നുപോയതാണ്. പക്ഷേ അത് സമ്മതിക്കരുത്. ഉത്തമന് വേറെ എന്തെങ്കിലും ഭയങ്കരമായ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഫയൽ വാങ്ങാൻ പറ്റിയില്ല എന്ന് ആദ്യമേ അങ്ങോട്ട് പറയണം. അതോടെ അവൾക്ക് ഉത്തരം മുട്ടും. മനസ്സിലായോ? പക്ഷെ വേറെ എന്തൊന്നും തിരക്ക് പറയാൻ. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോളൂ. അവൾക്ക് അങ്ങനെ ഉത്തരം മുട്ടിയാൽ രണ്ട് പ്രയോജനമുണ്ട്. എന്ത്? ഒന്ന്, ഉത്തമനോടുള്ള ദേഷ്യം തീരും. രണ്ട്, എനിക്ക് അവളോട് പറയാനുള്ള ചില കാര്യങ്ങൾ പറയാനുള്ള അവസരവും കിട്ടും. എന്നാ പിന്നെ പറയാല്ലേ? ഇപ്പൊ അവള് വന്ന് കണ്ടാൽ ഞാൻ ഇതെല്ലാം ഉത്തമനെ പറഞ്ഞു തന്നു കരുതില്ലേ? ഞാൻ പരകവശത്തോടെ പോയി വീട്ടിനകത്ത് കയറി കഴിയുമ്പോ ഉത്തമൻ ഒന്നും അറിയാത്ത പോലെ വക്കീലേ എന്ന് വിളിച്ചകത്ത് കയറണം. അവൾ ഇറങ്ങി വന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ പെട്ടെന്ന് ഉത്തമനെ കണ്ട പോലെ ഇറങ്ങി വന്ന് പീതാംബരന്റെ സർട്ടിഫിക്കറ്റ് അങ്ങ് തരും. ശരി. സാറിന് എന്നോട് ഇത്ര സ്നേഹം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടായിരുന്നു. സാധാരണ എന്തെങ്കിലും മറന്നുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ എന്നെ ചാടിക്കടിക്കാണല്ലോ പതിവ്. ഈ ചെയ്യുന്ന ഉപകാരമൊക്കെ ഉത്തമൻ ഓർത്തുവെച്ചാൽ മതി. അല്ല, ഞാൻ ആദ്യം വീട്ടിൽ കയറിയിരിക്കട്ടെ. ഇതുവഴിയാണ്? ഇതുവഴിയാണ് പറഞ്ഞൂടാ. ശരി ശരി, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈശ്വര. ഓക്കെ. ഭാര്യയെ തോപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യാമെന്ന് കണ്ടുപിടിച്ച മനുഷ്യൻ സാധാരണ ആരായിരുന്നെങ്കിലും ഈ പ്രശ്നത്തിൽ ഭാര്യയുടെ കൂടെ നിൽക്കൂ. എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു. വക്കീലേ, വക്കീലേ, നമസ്കാരമുണ്ട് വക്കീലെ. ഇന്നലെ ഒരു ഭയങ്കര സംഭവം നടന്നു. അതുകൊണ്ടാണ് ദിനേശന്റെ കയ്യിൽ നിന്ന് ഫയല് വാങ്ങാൻ പറ്റാതെ പോയത്. എന്ത് പ്രശ്നം? ഒന്നും പറയണ്ടേ വക്കീലെ. നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലെ പയ്യോണ്ട് സുഗുണൻ അറിയാല്ല. അവൻ ഇന്നലെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വീട്ടിലേക്ക് പോകുന്ന വഴി ബൈക്കൊന്നും മറിഞ്ഞു. ആള് തലപൊട്ടി സർക്കാർ ആശുപത്രി കിടക്കുകയാണ്. സംഭവം പറഞ്ഞ് ഞാൻ പറന്ന് ചെന്നപ്പോ വേറെ ഒറ്റ മനുഷ്യനില്ല. അല്ലെങ്കിൽ ഒരു ആൾക്കൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ സഹായിക്കാൻ നമ്മുടെ ആൾക്കാർക്ക് മടിയാണല്ലോ. എന്നിട്ട് സുഗുണൻ എന്താ പറ്റിയത്? തലയിൽ നല്ല മുറിവുണ്ട്, ചോര ഒരുപാട് പോയി. പെട്ടെന്ന് രക്തം ചോദിച്ചാൽ കൊടുക്കാൻ ആളെ കിട്ടൂലല്ലോ. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ആദ്യം എന്റെ രക്തം കൊടുത്തു. പിന്നെ അവിടെ നിറങ്ങി ഒരു 4-5 പേരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് രക്തവും കൊടുത്തു. അതുകൊണ്ട് തീർന്നില്ലാക്കിയില്ലേ. സുഗുണന്റെ ഭാര്യ മാത്രമല്ല ഇവിടെ ഉള്ളൂ. നാട്ടിൽ നിന്ന് ബന്ധുക്കൾ വരുന്നത് വരെ എനിക്ക് ആശുപത്രിയിൽ നിന്ന് മാറാനേ പറ്റിയില്ല. എല്ലാം കൂടെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ എത്തുമ്പോഴേ രാത്രി 2:30 മണി. അതുകൊണ്ട് ദിനേശന്റെ അടുത്ത് പോകാനും പറ്റിയില്ല. വക്കീലൊന്നും കൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ ഇവിടെ നിറങ്ങി നേരെ ദിനേശന്റെ വീട്ടിലോട്ടാണ് പോണത്. വീട്ടിലേക്ക് പോകണ്ട ഉത്തമ, കടയിലേക്ക് ചെന്നാ മതി. ദിനേശേട്ടൻ ചരക്കെടുക്കാൻ പോകുന്ന പറഞ്ഞത്. അതിന് മുന്നേ ചെല്ലണേ. അത് ഞാനായിട്ട്. എന്നിട്ട് ഫയൽ ഉടനെ കൊണ്ടുവരണോ വൈകിട്ട് കൊണ്ടുവന്നാ മതിയാ? വൈകിട്ട് കൊണ്ടുവന്നാ മതി. എന്നാ പിന്നെ ഒരു 6 മണിയാകുമ്പോ ഫയലുമായിട്ട് ഞാൻ ഇവിടെ വരാം. ഇത് വക്കീലിന്റെ അടുത്ത് പറഞ്ഞിട്ട് പോവാന്ന് കരുതി ഇങ്ങോട്ട് കയറി എന്നുള്ളതേ ഉള്ളൂ. അല്ല, ഇതാരാ ഉത്തമനോ? അതെ സാർ. ഉത്തമന്റെ ശബ്ദം ഞാൻ അകത്തുനിന്ന് കേട്ടായിരുന്നു. എനിക്ക് ഉത്തമന്റെ ഒരു സഹായം വേണ്ടിയിരിക്കുന്നു. ഓഹോ, എന്താണ് സാർ? ഇത് പീതാംബരന്റെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് ആണ്. ആരുടെയെങ്കിലും കൈവശം ഇത് കൊടുത്തയക്കാമെന്ന് ഞാൻ പീതാംബരനോട് പറഞ്ഞിരുന്നു. ഇത് കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല സാർ? ഞാൻ കൊടുത്തേക്കാം പീതാംബരന്. കൊടുത്തേക്കാം. അയ്യോ, ഫോൺ. അപ്പോ ശരി ഉത്തമ. ശരി സാർ. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. പീതാംബര, ഞാനിപ്പോ സർട്ടിഫിക്കറ്റ് ഉത്തമന്റെ കയ്യിൽ കൊടുത്തതേ ഉള്ളൂ. ഉത്തമൻ അത് പീതാംബരന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരും. അതെ, കെ മോഹനകൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ് എന്ന് മനസ്സിലായില്ലേ? ശരി.
ഉത്തമനോട് ഇന്നലെ ഫയൽ കൊണ്ടുവരാത്തെന്ന് ചോദിച്ചില്ലേ? ചോദിച്ചു. പഞ്ചായത്ത് ഓഫീസിലെ പിയൂൺ സുഗുണൻ ബൈക്ക് മറിഞ്ഞ ആശുപത്രിയിലാ. അയ്യോ, ഇന്നലെ രാത്രി വരെ ഉത്തമൻ അവിടെയായിരുന്നു. അതാ പറ്റിയത്. വേറെ മനസ്സിലായോ ഞാൻ പറഞ്ഞാണ് ശരിയെന്ന്? ഉത്തമൻ ഫയൽ വാങ്ങിയില്ല എന്ന് കേട്ട പാടെ കേൾക്കാത്ത പാടെ നീ ഉത്തമൻ എന്തൊക്കെയാ പറഞ്ഞത്? ഉത്തമനെ വിശ്വസിക്കാൻ കൊള്ളില്ല, ഉത്തമൻ മറന്നുപോയതായിരിക്കും എന്നൊക്കെയല്ലേ? ഇപ്പോഴോ ഭാമേ, ഒരാൾ ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റി മുൻവിധിയോടെ സംസാരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ കേട്ടില്ല. തെറ്റ് ചെയ്തവർക്ക് പോലും അവരുടെ ഭാഗം പറയാൻ അവസരം കിട്ടുക എന്നുള്ളതാണ് സ്വാഭാവിക നീതി എന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? നീ പക്ഷേ അതൊന്നും കേൾക്കാതെ ചുമ്മാ ഉത്തമനെ കുറ്റം പറഞ്ഞു. എടുത്തുചാട്ടം നല്ലതല്ല എന്ന് നിനക്ക് ഇപ്പൊ മനസ്സിലായ ഭാമേ? എന്തൊക്കെ പറഞ്ഞാലും അത് മോശമായിപ്പോയി. നമ്മളെ കാര്യത്തിൽ മോഹനേഷ് സാർ ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ. ആ ഉത്തരവാദിത്വം ബാക്കിയുള്ളവരുടെ കാര്യത്തിലും കാണിക്കണം. പിന്നല്ലാതെ ഈ പറയുന്ന പീതാംബരന് ഞാനും കൂടെ മുറ്റത്ത് നിന്ന് സംസാരിച്ചപ്പോഴേ സാറ് പറഞ്ഞു ആവശ്യമില്ലാത്ത സംസാരമൊന്നും വേണ്ട, കാശ് വാങ്ങാനാണെങ്കിൽ നടക്കില്ല. എന്നിട്ട് ഇപ്പോഴോ നമ്മൾ നിയമം വിട്ടൊന്നും ചെയ്യുന്നില്ല. നിയമപരമായി ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോ ആരെങ്കിലും സന്തോഷമായിട്ട് എന്തെങ്കിലും തരുമ്പോ അത് വാങ്ങുന്നതിൽ എന്താ തെറ്റ്? കാഞ്ചനെ, പറഞ്ഞത് ഞാൻ കേട്ടു. കാഞ്ചന ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഉണ്ട് സർ. ഞാനും പ്രഹ്ലാദൻ ചേട്ടനും കൂടെ പുറത്തുപോയി ഭക്ഷണം കഴിക്കാറുണ്ട്. വലിയ വലിയ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭക്ഷണം വിളമ്പി തരുന്ന ആൾക്ക് നമ്മൾ ഒരു ചെറിയ തുക കൊടുക്കും. ടിപ്പ്. ആ ജോലിക്കാരന് ഹോട്ടലുടമ ശമ്പളം കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ കിട്ടുന്നതാണ് ഈ ടിപ്പ്, അല്ലേ? അതെ സാർ. ഹോട്ടലിൽ ചോറ് വിളമ്പുന്നവർക്കും പാത്രം കഴുകുന്നവർക്കും അങ്ങനെ ഒരു ചെറിയ തുക കിട്ടുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥരായ നിങ്ങൾ അങ്ങനെ ടിപ്പ് വാങ്ങുന്നത് നാണക്കേടാണ്. അല്ല, കാഞ്ചന സാർ പറഞ്ഞത് അങ്ങനെയല്ല. അങ്ങനെയാണ്. ഇവിടെ വരുന്ന ആളുകൾക്ക് ന്യായമായ അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. അതാണ് സത്യത്തിൽ നമ്മുടെ ജോലി. ആ ജോലി ചെയ്യുന്നതിന് സർക്കാർ മാസാമാസം നമുക്ക് ശമ്പളം എണ്ണി തരുന്നുണ്ട്. എന്നിട്ടും അത് പോരാന്ന് പറഞ്ഞ് ടിപ്പ് വാങ്ങാൻ മോഹനേഷൻ സമ്മതിക്കില്ല. സാറേ, നമ്മൾ നിയമപ്രകാരം തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. കൊടുക്കാൻ പാടുള്ള സർട്ടിഫിക്കറ്റേ കൊടുക്കുന്നുള്ളൂ. കൊടുത്തു കഴിയുമ്പോൾ എന്തെങ്കിലും ചില്ലറ അവർ തരും, നമ്മൾ വാങ്ങും. അതിനെന്താ സാർ? ഈ ആഫീസിൽ എന്തെങ്കിലും ആവശ്യത്തിനായി പാരിതോഷികം നൽകുന്നതും വാങ്ങുന്നതും തെറ്റാണ് എന്ന് എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ടിപ്പ് ഒരു പാരിതോഷികമാണ്. സാർ, പീതാംബന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഇന്നലെ കൊടുക്കാന്നല്ലേ സാറ് പറഞ്ഞത്? അതെ. പിന്നെ പീതാംബരം വന്നപ്പോ ഞാൻ പുറത്തുനിന്ന് കുശലം പറഞ്ഞപ്പോ സാർ എന്നോട് പറഞ്ഞു കാശ് വാങ്ങാനാണ് പരിപാടിയെങ്കിൽ നടപ്പില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് സാർ ആ സർട്ടിഫിക്കറ്റ് ഇന്നലെ വൈകിട്ട് പോയപ്പോ കൊണ്ടുപോയി. സാർ അത് ഇന്നലെയോ ഇന്നോ ഉത്തമനെ ഏൽപ്പിച്ചു. ഇന്ന് രാവിലെ ഉത്തമൻ അത് കൊണ്ടുപോയി പീതാംബരന് കൊടുത്ത് കാശും വാങ്ങി. കാശ് വാങ്ങിയോ? ആര് പറഞ്ഞു? ഞാൻ കണ്ടു സാറേ. ഞാനിപ്പോ ഓഫീസിലേക്ക് വരുമ്പോഴും വഴിയിൽ വെച്ച് ഉത്തമനെ കണ്ടു. ചുരുക്കി പറഞ്ഞ സ്ഥലം നോക്കാൻ പോയി എനിക്കും സർട്ടിഫിക്കറ്റ് എഴുതിയ കാഞ്ചന സാറിനും
ഒപ്പിട്ട സാറിനും ഒരു പൈസയില്ല. ഉത്തമന് കാശ് കിട്ടി. അതെവിടത്തെ ന്യായം? സാറേ, ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞു ഉത്തമൻ നാട്ടുകാരോട് മുഴുവൻ കാശ് വാങ്ങുന്നുണ്ട്. അതിനൊന്നും സാറിന് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ സാറിന്റെ കൂടെ സാറ് പറയുന്ന അനുസരിച്ച് ജോലി ചെയ്യുന്നവരാണല്ലോ. ഞങ്ങൾ മാത്രം കാശ് വാങ്ങാൻ പാടില്ല. ഒരു കാര്യം ഞാൻ പറയാം സാറേ, ഉത്തമൻ ഇങ്ങനെ കാശ് വാങ്ങുന്നത് സാറിന് വേണ്ടിയാണെന്ന് നാട്ടിലൊരു സംസാരമുണ്ട്. സാറ് കൈക്കൂലി വാങ്ങില്ലായിരിക്കും, പക്ഷെ ചീത്തപ്പേരിനൊരു കുറവും ഉണ്ടാവില്ല. മോഹനേഷ് സാറിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണമെങ്കിൽ ഉത്തമനെ കണ്ടാ മതിയെന്ന് കഴിഞ്ഞ ആഴ്ച ബ്യൂട്ടി പാർലർ നടത്തുന്ന രമണി എന്നോട് പറഞ്ഞതാ. അന്ന് ഞാനത് സമ്മതിച്ചില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് സംശയം തോന്നുന്നുണ്ട്. വക്കീലേ, ആ ഉത്തമ വന്നോ? ഇതെന്തോട്ട് നേരത്തെ? 6 മണി കഴിയുന്നല്ലേ എന്നോട് പറഞ്ഞത്? ഇതിപ്പോ സമയം 5 കാലമായിട്ടുള്ളല്ലോ. അത് പിന്നെ ഈ ഫയൽ ഞാൻ ഇന്ന് രാവിലെ കൊണ്ട് തരാന്ന് പറഞ്ഞതാണല്ലോ. സുഗുണ ആശുപത്രിയിലായി പോയതാണെങ്കിലും എനിക്ക് വാക്ക് പാലിക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ ഇന്ന് കുറച്ച് നേരത്തെ വരാന്ന് വിചാരിച്ച് ഫയല്. സാറ് വന്നില്ലേക്കില്ലേ? മോഹനയുടെ വരാൻ നേരാവുന്നല്ലേ ഉള്ളൂ. എന്തായാലും ഉത്തമൻ ഇതുമായിട്ട് ഇവിടം വരെ വന്നതല്ലേ, ഞാനൊരു ചായ എടുക്കാം. ചായ ഒന്നും വേണ്ട വക്കീലെ, ഞാൻ ഇത്തിരി തിരക്കിലാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലക്കുട്ടി ചേട്ടനൊന്ന് കാണണം. ആഹാ, മോഹനടല്ലേ വരുന്നത്? നടപ്പ് കൊണ്ടിട്ട് എന്തോ ഒരു പന്തിയോടുണ്ടല്ലോ ഉത്തമ. സാധാരണ നടക്കുന്നതിനെക്കാട്ടിലും ഒരു വേഗത. ശരിയാ. നമസ്കാരം സാർ. സാർ നല്ല സ്പീഡിലാണല്ലോ. ഉത്തമൻ ഇങ്ങോട്ട് പോരുന്നത് കണ്ടു എന്ന് പലചരക്ക് നടത്തുന്ന മാധവനും കുട്ടി പറഞ്ഞു. ഉത്തമൻ സ്ഥലം വിടുന്നതിന് മുമ്പ് പിടിക്കാൻ വന്നതാ. പിടിക്കാനാ? എന്തിന്? എന്ത് സാർ? ഉത്തമന് തീരെ മനസ്സിലായില്ലേ? എന്ത്? എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണെന്ന് പറഞ്ഞ് എന്റെ കൂടെ നടന്നിട്ട് എന്നെ പറ്റിച്ച് കാശുണ്ടാക്കാനാണ് ഉത്തമന്റെ പരിപാടി. ഞാനാ? സാർ എന്തോ നീ പറയുന്നത്? ഉത്തമൻ ഒറ്റ ഇഷ്ടപ്പെട്ടത്. ഞാൻ അറിയില്ല എന്ന് കരുതി ഉത്തമൻ ഓരോന്ന് ചെയ്യുമ്പോ ഓർക്കണം, എന്നെ ഒളിച്ചുകൊണ്ട് ഉത്തമൻ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. എനിക്ക് വേണ്ടി കാര്യങ്ങൾ അന്വേഷിക്കുവാനും സത്യസന്ധമായ കാര്യങ്ങൾ എന്നെ അറിയിക്കാനുമായി എനിക്ക് 100 കണക്കിന് ആളുകളുണ്ട്. മോഹനയുടെ കാര്യം എന്താ വെച്ചാ പറ. ഞാൻ രാവിലെ നിന്നോടൊരു തെറ്റ് ചെയ്തു. ഈ ഉത്തമൻ ഈ ഫയൽ വാങ്ങാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. അത് പറയണ്ട, വേറെ എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞു വിട്ടതുകൊണ്ടാണ് സുഗുണൻ ആശുപത്രിയിലാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഉത്തമൻ രക്ഷപ്പെട്ടത്. അല്ല, ഈ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ. ആമേ, നിന്റെ വഴക്ക് ഉത്തമൻ കേൾക്കണ്ടെന്ന് കരുതി ഞാനൊരു വിദ്യ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോ ഉത്തമൻ അതിലും വലിയ വിദ്യ എന്നോട് പ്രയോഗിക്കുന്നു. അതിനെ സമ്മതിച്ചില്ല. ഉത്തമനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. സാറേ, എനിക്ക് ഇപ്പോഴും കൃത്യമായിട്ട് കാര്യം മനസ്സിലായിട്ടില്ലേ? ആമേ, ഞാൻ ഇന്ന് രാവിലെ പീതാംബരന് കൊടുക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉത്തമന്റെ കയ്യിൽ കൊടുത്തില്ലേ? ആ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഉത്തമൻ പീതാംബരന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി. ഞാനാ? സാക്ഷികളുണ്ട്. ഉത്തമൻ പീതാംബരന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുന്നത് ശിശുപാലൻ നേരിട്ട് കണ്ടു. ശിശുപാലൻ എന്നോട് കള്ളം പറയില്ല. എന്തായിരിക്കുന്നത്? ഉത്തമൻ പൈസ വാങ്ങിയില്ല എന്ന് ഉത്തമൻ പറയട്ടെ. അങ്ങനെ ഉത്തമൻ പറഞ്ഞാൽ ശിശുപാലനെ ഇപ്പൊ വിളിക്കും. ഉത്തമൻ പൈസ വാങ്ങി എന്നുള്ളത് നേര് തന്നെ, പക്ഷെ അത് കൈക്കൂലി അല്ല മോനട്ടാ. പിന്നെ രാവിലെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് മോഹനയുടെ അകത്തേക്ക് പോയില്ലേ? അത് കഴിഞ്ഞ് ഞാൻ ഉത്തമനോട് സംസാരിച്ചെന്തെന്നറിയാമോ? അല്ല, ഇതാരാ ഉത്തമനോ? അതെ സാർ. ഉത്തമന്റെ ശബ്ദം ഞാൻ അകത്തുനിന്ന് കേട്ടായിരുന്നു. എനിക്ക് ഉത്തമന്റെ ഒരു സഹായം വേണ്ടിയിരിക്കുന്നു. ഓഹോ, എന്താണ് സാർ? ഇത് പീതാംബരന്റെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് ആണ്.
ആരുടെയെങ്കിലും കൈവശം ഇത് കൊടുത്തയക്കാമെന്ന് ഞാൻ പീതാംബരനോട് പറഞ്ഞിരുന്നു. ഇത് കൊടുക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല സാർ, ഞാൻ കൊടുത്തേക്കാം പീതാംബരന്. കൊടുത്തേക്കാം. അയ്യോ ഫോൺ. അപ്പോ ശരി ഉത്തമ. ഓ ശരി സാർ. ആ ഉത്തമ, എന്തായാലും ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പീതാംബരനെ കാണണമല്ലോ. പീതാംബരൻ എനിക്കൊരു 1000 രൂപ തരാനുണ്ട്. അതൊന്ന് വാങ്ങി ഗുമസം മത്തായിച്ചേട്ടന്റെ കയ്യിൽ നീപ്പിക്കണം. ഞാൻ ചോദിച്ച പീതാംബരൻ കാശ് തരൂ? ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാ മതി, കാശ് തരും. എങ്കിൽ പിന്നെ ഞാൻ നോക്കിയില്ല. അപ്പൊ ഫയൽ വൈകിട്ട് കൊണ്ടുവരാം. ശരി. ശരി. ആ പൈസയാണ് ഉത്തമൻ പീതാംബരന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. വാങ്ങിയ പൈസ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മത്തായിച്ചേട്ടന്റെ കൈ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. പൈസ കിട്ടിയെന്ന് മത്തായിച്ചേട്ടൻ വിളിച്ചു പറഞ്ഞു. സാറേ സാറേ പറഞ്ഞിട്ട് പോവേണ്ട. കണ്ട പോടണ്ട. കണ്ട രാവിലെ ആഫീസറും കൂട്ടുകാരനും കൂടി നാടകം കളിച്ചതായിരുന്നല്ലേ? സാറ് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. ഉത്തമനുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ആദ്യം ആഫീസറുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ഒരാളെ പറ്റി പഴി പറയുന്നതിന് മുന്നേ അയാൾക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാവണമെന്നത് സ്വാഭാവിക നീതിയാണ്. ഞാനിത് ലോ കോളേജിൽ പഠിച്ചതാ. ശിശുപാലൻ ചേട്ടന് ഉത്തമനെ പറ്റി അങ്ങനെ ഒരു പരാതി പറഞ്ഞപ്പോ സംഭവം സത്യമാണോ എന്ന് ഉത്തമനോട് ചോദിക്കല്ലായിരുന്നോ വേണ്ടത് മോനട്ട? ഞാൻ കൊടുത്ത സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഉത്തമൻ പണം വാങ്ങുന്നത് കണ്ടു എന്നാണല്ലോ ശിശുപാലൻ എന്നോട് പറഞ്ഞത്. അവനത് കൈക്കൂലാണെന്നല്ലേ കരുതാൻ പറ്റൂ? ഇത് മുൻവിധി. ഒരു നീതിന്യായ കോടതി ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് ഈ മുൻവിധി തെറ്റാണെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ മോഹനേട്ടൻ ലോ കോളേജിൽ പോവാത്തത് കൊണ്ടും മോഹനേട്ടൻ ജോലി ചെയ്യുന്നത് വില്ലേജ് ഓഫീസിലായതുകൊണ്ടും മോഹനേട്ടൻ അതറിയണമെന്നില്ല. അയ്യടാ, രാവിലെ എന്തായിരുന്നു പ്രകടനം? ഞാനെന്തോ മഹാപരാധം പറഞ്ഞു എന്ന് പറഞ്ഞ് എന്തൊരു ബഹളായിരുന്നു. സത്യത്തിൽ രാവിലെ ഞാൻ പറഞ്ഞതായിരുന്നു സത്യം. ഉത്തമൻ എന്റെ ഫയൽ വാങ്ങാൻ മറന്നുപോയി. പക്ഷെ മോഹനേട്ടനെ ഉത്തമന്റെ കൂടെ കൂടി എന്നെ തോപ്പിക്കാൻ നോക്കി. ഒടുവിൽ മോഹനേട്ടൻ കുഴിച്ച കുഴിയില് മോഹനേട്ടൻ തന്നെ അങ്ങ് വീണു. രാവിലെ കള്ളം പറഞ്ഞു എന്നുള്ളത് സമ്മതിക്കേണ്ടി വന്നു. ഉത്തമനെ ചീത്ത വിളിക്കുകയും ചെയ്തു. മോനേട്ടാ, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഒരു കുഞ്ഞു സംശയം വരും. ദൈവമുണ്ടോ എന്നുള്ള കാര്യത്തില്. പക്ഷെ ഇതുപോലുള്ള അവസരങ്ങളാണ് ദൈവമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അങ്ങ് ഉറപ്പാവുന്നത്. എന്നാലും മോഹനേട്ടൻ എന്നെ തോപ്പിക്കാൻ വേണ്ടി ഉത്തമനോട് കൂടിയല്ലോ. അതൊരു തമാശയല്ലേ, നീ അങ്ങ് വിട്. അവനങ്ങ് വിടുന്നത് എങ്ങനെയാ? താൻ കുഴിച്ച കുഴിയിൽ തന്നെ തലകുത്തി വീഴുകയായിരുന്നു വില്ലേജ് ഓഫീസർ. ഭാര്യയോട് വാശി തീർക്കാനായി മാത്രം ഉത്തമനെ ന്യായീകരിച്ച മഹാൻ സ്വന്തം കാര്യം വന്നപ്പോൾ പറഞ്ഞതൊക്കെ മറക്കുകയും വിഴുങ്ങുകയും ചെയ്തു. സാരമില്ല, ഇതൊക്കെ മോഹനകൃഷ്ണന് സ്ഥിരമായി സംഭവിക്കുന്നതല്ലേ എന്ന് സമാധാനിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.